നിങ്ങൾ ഓൺലൈനിൽ പരസ്യം ചെയ്യുന്നു, ധാരാളം ക്ലിക്കുകൾ കിട്ടുന്നുണ്ട്, പക്ഷേ വിൽപ്പന മാത്രം നടക്കുന്നില്ല. ഇത് ശരിക്കും നിരാശപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്, അല്ലേ? കൊടുത്ത കാശൊക്കെ വെറുതെ പോവുകയാണെന്നോ തോന്നുന്നുണ്ടോ? വിഷമിക്കേണ്ട, നിങ്ങളുടെ പരസ്യങ്ങൾ വെറും ക്ലിക്കുകളിൽ ഒതുങ്ങാതെ യഥാർത്ഥ വിൽപ്പനയിലേക്ക് എങ്ങനെ എത്തിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരുപാട് സംരംഭകർക്ക് ഇത് സംഭവിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന്റെ പരിഹാരം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ഓരോ കാരണങ്ങളായിട്ട് ഒന്ന് പരിശോധിച്ചാലോ? സാധാരണയായി കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ പരസ്യം ഒന്ന്, പക്ഷേ ആളുകൾ ക്ലിക്ക് ചെയ്തെത്തുന്ന പേജ് മറ്റൊന്ന്. ഈ ഒരു പൊരുത്തക്കേട് മാത്രം മതി വരുന്ന കച്ചവടം നഷ്ടപ്പെടാൻ. ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു ചുവന്ന ഷൂസിന്റെ പരസ്യം കണ്ട് ക്ലിക്ക് ചെയ്യുന്നു. അവർ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ആ ചുവന്ന ഷൂസ് കാണാനായിരിക്കും, അല്ലേ? എന്നാൽ അവരെത്തുന്നത് നീല തൊപ്പികളുള്ള ഒരു പേജിലേക്കാണെങ്കിലോ സ്വാഭാവികമായും അവർക്ക് കൺഫ്യൂഷനാകും. പിന്നെ അവിടെ നിൽക്കില്ല, ഉടൻ തന്നെ ആ സൈറ്റ് വിട്ടുപോകും. അപ്പോൾ എന്തുപറ്റി? കിട്ടേണ്ടിയിരുന്നൊരു കസ്റ്റമറെ നമുക്കവിടെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇതിന്റെ പരിഹാരം വളരെ ലളിതമാണ്. പരസ്യത്തിൽ എന്തു വാഗ്ദാനം ചെയ്യുന്നോ അത് തന്നെ ലാൻഡിംഗ് പേജിലും കാണിക്കുക. ഉപഭോക്താവ് എന്താണോ പ്രതീക്ഷിച്ചു വരുന്നത് അത് അവർക്ക് കൊടുക്കുക. ആ ആദ്യത്തെ ക്ലിക്കിൽ തന്നെ ഒരു വിശ്വാസമുണ്ടാക്കിയെടുക്കാൻ ഇത് ശരിക്കും സഹായിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രധാന കാരണത്തിലേക്ക് വരാം. വാങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ. അതായത്, ഒരു കസ്റ്റമർക്ക് നിങ്ങളുടെ ഉൽപ്പന്നം ഇഷ്ടപ്പെട്ടു, വാങ്ങാനും തീരുമാനിച്ചു. പക്ഷേ നിങ്ങളുടെ വെബ്സൈറ്റിലെ എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം അവർക്ക് ആ പർച്ചേസ് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഇതും കച്ചവടം പോകാനുള്ള ഒരു പ്രധാന വഴിയാണ്. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് വില്ലന്മാരുണ്ട്. ഒന്ന്, സർപ്രൈസ് പ്രൈസിംഗ്. പരസ്യത്തിൽ വിലയൊന്നും കാണിക്കില്ല, പക്ഷേ പേജിലെത്തുമ്പോൾ പ്രതീക്ഷിച്ചതിലും വലിയൊരു തുക കാണുന്നു. ഇത് കണ്ടാൽ ആരായാലും ഒന്ന് പിന്നോട്ട് വലിയും. രണ്ട്, ഭയങ്കര കോംപ്ലിക്കേറ്റഡായ ചെക്കൗട്ട്. ഒരുപാട് വിവരങ്ങൾ ചോദിക്കുന്ന, തീരാത്ത സ്റ്റെപ്പുകളുള്ള ഒരു പ്രോസസ്സ് ആരെയും മടുപ്പിക്കും. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കാം? പരസ്യത്തിൽ തന്നെ വില വ്യക്തമാക്കുക. അപ്പോൾ ശരിക്കും വാങ്ങാൻ താൽപ്പര്യമുള്ളവർ മാത്രം ക്ലിക്ക് ചെയ്യും. വെബ്സൈറ്റിൽ വലുതും വ്യക്തവുമായ ബൈ നൗ ബട്ടണുകൾ കൊടുക്കുക. പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇങ്ങനെ അത്യാവശ്യമുള്ള വിവരങ്ങൾ മാത്രം ചോദിക്കുക. ചെക്കൗട്ട് പ്രോസസ്സ് എത്രത്തോളം സിമ്പിളും വേഗമേറിയതുമാക്കാമോ അത്രയും നല്ലത്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. ഒരു കാര്യം ഓർക്കുക, കിട്ടുന്ന എല്ലാ ക്ലിക്കുകളും നല്ല ക്ലിക്കുകളല്ല. ചിലപ്പോൾ നിങ്ങളുടെ പരസ്യം എത്തുന്നത് തെറ്റായ ആളുകളിലേക്കായിരിക്കും. അതായത്, സാധനം വാങ്ങാൻ ഒരു പ്ലാനുമില്ലാതെ വെറുതെ ചുറ്റി നടന്നു നോക്കുന്ന ആളുകളിലേക്ക്. ഇവിടെയാണ് കീവേഡുകളുടെ കളി വരുന്നത്. കീവേഡ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഗൂഗിളിൽ തിരയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഷൂസ് എന്ന ആരെങ്കിലും തിരഞ്ഞാൽ അവർക്കൊരുപക്ഷെ ഷൂസിന്റെ പടങ്ങൾ കണ്ടാൽ മതിയാകും. അതൊരു ബ്രോഡ് കീവേഡാണ്. എന്നാൽ ബൈ റെഡ് റണ്ണിംഗ് ഷൂസ് ഫോർ മെൻ സൈസ് 10 എന്നൊരാൾ കൃത്യമായി ടൈപ്പ് ചെയ്താൽ അതിന്റെ അർത്ഥമെന്താ? അയാൾ വാങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. അതാണ് സ്പെസിഫിക് കീവേഡ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ പരസ്യങ്ങളിൽ കൂടുതൽ കൃത്യമായ, അതായത് സ്പെസിഫിക് ആയ കീവേഡുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് വെറുതെയുള്ള ക്ലിക്കുകൾ കുറച്ച് യഥാർത്ഥ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ സൈറ്റിലേക്ക് കൊണ്ടുവരും. ഇതുവരെ നമ്മൾ പരസ്യത്തെക്കുറിച്ചും കസ്റ്റമറെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇനി നമ്മുടെ ശ്രദ്ധ വെബ്സൈറ്റിലേക്ക് തന്നെ തിരിക്കാം. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച പരസ്യം കൊടുത്താലും നിങ്ങളുടെ വെബ്സൈറ്റ് മോശമാണെങ്കിൽ ഒരു കാര്യവുമില്ല, എല്ലാം വെറുതെയാകും. ഈ കാണുന്ന കണക്ക് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണല്ലേ? ഒരു വെബ്സൈറ്റ് ലോഡാകാൻ കുറച്ചധികം സമയമെടുത്താൽ 10-8 പേരും അത് തുറന്നു വരുന്നതിന് മുമ്പേ തിരികെ പോവും. അത്രയേ ഉള്ളൂ ആളുകൾക്ക് ക്ഷമ. അതേസമയം നല്ല സ്പീഡുള്ള സൈറ്റുകളിൽ ഈ കൊഴിഞ്ഞുപോക്ക് വളരെ കുറവാണ്. ഓരോ സെക്കൻഡും നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ പരിഹാരം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ വെബ്സൈറ്റിന് റോക്കറ്റ് വേഗതയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇന്നത്തെ കാലത്ത് മിക്കവരും പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ സൈറ്റ് മൊബൈലിൽ തുറക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കയ്യിൽ വന്ന കച്ചവടം പോയി കിട്ടും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു ക്ലിക്ക് കിട്ടുന്നത് കളിയുടെ തുടക്കം മാത്രമാണ്. ആ ക്ലിക്കിനെ ഒരു വിൽപ്പനയാക്കി മാറ്റുന്നതിലാണ് യഥാർത്ഥ മിടുക്ക്. ക്ലിക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പരസ്യം ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് എന്നാണ്. അതൊരു വലിയ വിജയമാണ്, നല്ലൊരു തുടക്കമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ: നിങ്ങളുടെ വെബ്സൈറ്റ് ആർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും വ്യക്തവും സഹായകരവുമാണെന്ന് ഉറപ്പാക്കുക. അപ്പോൾ നമ്മൾ 4 പ്രധാന പ്രശ്നങ്ങളും അവയുടെ പരിഹാരങ്ങളും കണ്ടു. ഇനി നിങ്ങളുടെ ഊഴാണ്. ഇതിലേതാണ് നിങ്ങൾ ആദ്യം ശരിയാക്കാൻ പോകുന്നത്? പരസ്യവും പേജും തമ്മിലുള്ള പൊരുത്തക്കേടാണോ? അതോ ചെക്കൗട്ട് പ്രോസസ്സ് ലളിതമാക്കാനാണോ പ്ലാൻ? കീവേഡുകൾ മാറ്റണോ? അതോ വെബ്സൈറ്റിന് കുറച്ചുകൂടി സ്പീഡ് കൂട്ടണോ?